ഇതിന് വേണ്ടി പ്രവർത്തിച്ച ടീം ലീഡർ ശ്രീ സുദർശൻ DCP ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ ACP ശ്രീ രാജ്കുമാർ, SHO സൌത്ത് ശ്രീ പ്രേമാനന്ദ കൃഷ്ണൻ, അതുപോലെ ബാക്കി മെമ്പേഴ്സായ പാലാരിവട്ടം SHO ശ്രീ റിച്ചാർഡ്, SI-മാരായ അനിൽ, വിഷ്ണു, രവി, ASI-മാരായ ജോസി, അനിൽ, സനി, പ്രശാന്ത് എന്നിവരാണ് ഇതിൽ പ്രവർത്തിച്ചത്. സൈബർ വിങ്ങിന്റെ SI-മാരായ പ്രമോദ്, വിപിനും ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കർണാടക പോലീസിലെ ശ്രീ രമൺ ഗുപ്ത IPSന്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സായ മാംഗ്ലൂർ, അതുപോലെ തന്നെ ഉടുപ്പി, കാർവാർ എന്നീ ജില്ലകളിലെ SP-മാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ഇതൊരു ടീം വർക്കായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഓഫീസർമാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. CCTV വിഷ്വൽസ് കാണാനിടയായി. എക്സ്റ്റൻസീവായിട്ട് CCTV വിഷ്വൽസ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാറ് ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിന് പിന്നീട് അതിന്റെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യും, ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. കാറിന്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിന്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച്, കർണാടക. വാഹനത്തിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത്. അത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാഹനമാണോ, പേരിലുള്ള വാഹനമാണോ? വാഹനം പ്രൈവറ്റ് വാഹനമാണ്. പക്ഷേ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ബോർഡായിരുന്നു. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി, ബീഹാറിലെ ആ ബോർഡായിരുന്നു ഈ വണ്ടിയിൽ വെച്ചിരുന്നത്. ബോർഡ് വ്യാജമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് സീതാമർസി ജില്ലയിലെ, ബീഹാർ. ഈ ഒരു വീട് തന്നെ ടാർഗറ്റ് ചെയ്ത് എവിടുന്ന് വന്നതാണ്? ഇത് തന്നെ ടാർഗറ്റ് ചെയ്ത് വന്നതാണോ? ഇത് റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്നാണ് പ്രതി ഇവിടെ എത്തിയത്? പ്രതി 20-ാം തീയതി. പ്രാദേശിക സഹായത്തിനെ കുറിച്ചും നമ്മൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ബീഹാറിൽ നിന്നാണ്. അത് റാൻഡമായിട്ട് പുള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അതായത് കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അറ്റംപ്റ്റ് നടത്തിയിരുന്നു, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. അതെ, പനമ്പള്ളി 3 വീടുകളിൽ കയറാൻ. അതെ അതെ ഈ വീടിന്റെ തൊട്ട് ലൊക്കാലിറ്റി തന്നെയാണോ? അതെ, പനമ്പള്ളി നാട്ടിൽ തന്നെയാണ്. അതെ, മോഷണ കേസ് തന്നെയാണ്. 19 കേസ്, 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണ കേസുകൾ ഓൾറെഡി നിലവിലുണ്ട് ഈ പ്രതിയുടെ പേരിൽ. തീർച്ചയായിട്ടും ഇതിനകത്ത് നേരത്തെ പിടിയിലായി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഏറെക്കുറെ കാലം ജയിലിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1 മാസം മുമ്പാണ് അത് റിലീസായത്, ജയിലിൽ നിന്ന് റിലീസായത്. സ്റ്റോറീസ് നിങ്ങളല്ലേ അതെ, പോലീസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ക്രിമിനൽ തന്നെയാണ്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മോഷണം നടത്തുന്ന ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മോഷ്ടാവിന്റെ ഷെയറിങ്ങിനെ കുറിച്ചുള്ള കഥകളും
അത് എത്രത്തോളം അത് ശരിയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഭാര്യയുടെ പേര് പേര് പറയുന്നത് ഗുൽഷൻ എന്നാണ്. ഓക്കെ. ഈ മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കാൻ പറ്റും? അല്ല, എല്ലാം 100% റിക്കവറി നടന്നു. അദ്ദേഹം വണ്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതെ, വണ്ടിയിൽ. സർ, ഈ ഇടയ്ക്ക് ഈ ഗോൾഡ് തെഫ്റ്റുകൾ കൂടുന്നത്, അതായത് ഗോൾഡിന്റെ വാല്യൂ കൂടിയതാണോ അല്ല പോലീസ് ഈ ഇലക്ഷനിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് അതിന്റെയൊക്കെ കാരണം കൊണ്ടാണ്? ഗോൾഡ് തെഫ്റ്റിന് ഒരു കാരണം ഗോൾഡിന്റെ വാല്യൂ കൂടുന്നത് തന്നെയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ ഗോൾഡിന്റെ പ്രൈസ് വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു റീസൺ തന്നെയാണ്. പക്ഷെ പോലീസ് അതിനോടൊപ്പം തന്നെ പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി തട്ടിലൊക്കെ പ്രത്യേകം കാരണമുണ്ട്. കൊച്ചി ഫിനാൻഷ്യലി വെൽ ഓഫ് ആൾക്കാരുടെ ഒരു കേന്ദ്രമായതുകൊണ്ടായിരിക്കണം. ഡയറക്റ്റ് കൊച്ചിയിലേക്കാണോ മറ്റു ജില്ലകളിലെവിടെയും? ഇല്ല, ഡയറക്റ്റ് കൊച്ചിയിലേക്ക്. മുംബൈ കണക്ഷൻ എന്തായാലും ഉണ്ട്. തിരിച്ച് മുംബൈക്ക് പോകാൻ മുംബൈ പോകുന്ന റൂട്ടായിരുന്നു എടുത്തിരുന്നത്. ഒരുപക്ഷെ മുംബൈയിൽ ഇത് ചിലപ്പോൾ വിൽക്കാൻ എളുപ്പത്തിനായിരിക്കണം മുംബൈയിലേക്ക് പോയത്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് പുള്ളി ഹൈദരാബാദിലെ ഒരു MLA MP കോളനിയിൽ മോഷണം നടത്തിയിട്ട് അറസ്റ്റിലായത്. അപ്പൊ അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണോ ഈ ഒരു? അതെ, കാരണം 4 മാസത്തിലെ അതെ. ഭാര്യയുടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതെ, അപ്പൊ അവിടെ ഏത് പാർട്ടി അങ്ങനെ അതിനെ കുറിച്ചുള്ള റൂൾസ് ഉണ്ടായിരുന്നു? ഏത് റൂൾസ് എന്താണ്? സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. സർ, വിൻഡോ ആണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലാതെ ഡോറാണോ? കിച്ചൺ ഡോറല്ല, വിൻഡോ. ലോക്കൽ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയതായിട്ടുള്ള? ലോക്കൽ സപ്പോർട്ടിന്റെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. സാധാരണ ഇത്രയും ആഭരണങ്ങളൊന്നും ആരും വീട്ടിലങ്ങനെ സൂക്ഷിക്കാറില്ലല്ലോ. ഈ ഒരു സാഹചര്യം അറിയുന്ന ആരെങ്കിലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കറക്റ്റായിട്ട് ആ വീട്ടിൽ തന്നെ ഈ ഗോൾഡ് ഒരുപക്ഷെ കോയിൻസിഡന്റലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ആരെങ്കിലും പാസ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇയാളുടെ മൊബൈൽ എക്സാമിൻ ചെയ്തതിൽ എന്തെങ്കിലും കേരള കണക്ഷൻസോ? മൊബൈൽ എക്സാമിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. അത് കൂടുതലായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഗോൾഡ് ഇരുന്നത് ലോക്കറിനകത്താണ്. അതെ, അത് ഓപ്പൺ ചെയ്തത് അത് ആക്ച്വലി അവര് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇരുന്ന ലോക്കറല്ല, ലോക്കർ കുത്തി തുറന്നതായിട്ടുള്ള ഒന്നും കാണപ്പെട്ടിരുന്നില്ല. അപ്പം ലോക്കർ ഒരു പക്ഷെ അത് ഓപ്പൺ ആയിരുന്നു കാണണം. ബാക്കി 3 വീട്ടിൽ കയറി അവിടെ എന്താ ജാം ചെയ്ത് കയറാനുള്ള ശ്രമമാണ്? അത് അറ്റംപ്റ്റ് നടത്തി, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. അകത്ത് കയറാൻ പറ്റില്ല. ഈ കാര്യം അറിയിക്കാൻ വേണ്ടി ജോഷി കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോഴത്തേക്കും പനമ്പള്ളിനഗർ പുത്തൻകുരിശിലാണോ എന്നാണ് ചോദിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. കൺട്രോൾ റൂം എന്ന് പറയുന്നത് സിറ്റി പോലീസിന്റെ കൺട്രോൾ റൂമല്ല, അത് കോമൺ ഒരു കോൾ സെന്റർ പോലത്തുള്ള ഒരു കൺട്രോൾ റൂമാണ് 100. അവിടെ നിന്ന് സാധാരണ കൺസേൺഡ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവര് കോള് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അറിയിക്കുകയാണ് പതിവ്. അറിയിക്കേണ്ടതല്ലേ? അപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ച് പറയാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും കൺട്രോൾ റൂമിൽ നല്ല അറിയിക്കുന്നത്. കൺട്രോൾ റൂമിൽ നിന്ന് സാധാരണ അറിയിക്കുന്നതാണ്. പിന്നെ അല്ലാതെ അർജൻസി ഉണ്ടെങ്കിൽ നേരിട്ടും വിളിച്ച് പറയാനുള്ള നമ്പർ കൊടുത്തു കാണണം. പക്ഷെ കൺട്രോൾ റൂം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റാണ്. ആ സമയത്തും കൺട്രോൾ റൂമിൽ ഫോൺ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇയാൾക്ക് എന്തെങ്കിലും അക്കംപ്ലീസ് ഉള്ളതായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അക്കംപ്ലീസ് ഉണ്ടോ, ഇനി ലോക്കലായിട്ട് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് തുടർന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് റിമാൻഡ് ചെയ്തു. അതെ, കസ്റ്റഡി ചോദിക്കുന്നു. മുഹമ്മദ് ഇർഫാൻ. അതെ, ഏജ് എത്ര? 34. അഡ്രസ് son of Muhammad Akhtar, near Jogia police station, Popadi, Seethamari, Bihar. ഇതാണ് ലഭിച്ചിട്ടുള്ള അഡ്രസ്. സീതാമർസി.
ഏത് ജില്ലാ പഞ്ചായത്തായിരുന്നു സർ? ഭാര്യ പ്രസിഡന്റ് സീതാ മർസി തന്നെയാണ്, സീതാ മർസി. ഈ വണ്ടി 6 പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് അന്വേഷിക്കേണ്ടിയിരിക്കും. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നമ്പറാണ് ആ വണ്ടിയിലുള്ളത്. അത് രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാണോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കും. MH രജിസ്ട്രേഷനാണ് വണ്ടിയിൽ. ബോർഡുള്ളതുകൊണ്ട് വൈഫ് യൂസ് ചെയ്യുന്ന വണ്ടിയാണോ അറിയാൻ വേണ്ടി? അല്ല, അത് ഒഫീഷ്യൽ വണ്ടിയല്ല. അത് ഒഫീഷ്യൽ വണ്ടിയല്ല, പ്രൈവറ്റ് വണ്ടി. രജിസ്ട്രേഷൻ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള പ്രൈവറ്റ് വണ്ടിയാണ്. അതുകൊണ്ട് ബീഹാറിൽ ഒഫീഷ്യലായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണോ? ആണ്. അതെ, പരിശോധന ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ ബോർഡ് വെച്ചിരുന്നത്. കാരണം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി എന്തായാലും ബീഹാറിൽ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കില്ലല്ലോ. അത് പ്രൈവറ്റ് വണ്ടി തന്നെയാണെന്ന് വ്യക്തമാണ്. അതിനിപ്പോ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അത് ഈ രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാണോ, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്, നോക്കേണ്ടിയിരിക്കുന്നു. റോഡിൽ ഇന്റർസെപ്റ്റ് ചെയ്യായിരുന്നു, അല്ല അവരോട് സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ റീഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്റർസെപ്റ്റ് ചെയ്യായിരുന്നു. അതായത് കണ്ടിന്യൂസ്ലി പുള്ളി നിർത്താതെ ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാംഗ്ലൂർ, ഉടുപ്പി, കാർവാർ, അപ്പൊ അങ്ങനെയാണ് വടക്കോട്ടുള്ള ജില്ലകൾ. അപ്പോ രമൺ ഗുപ്ത അദ്ദേഹത്തെ അറിയിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി 3 SP-മാരെ അലേർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നും DCPയും ഞാനും എല്ലാം SP-മാരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഉടുപ്പി ജില്ലയിൽ വെച്ച് റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടായിരുന്നു ഇയാൾ സൈഡിൽ നിന്ന്? കുറച്ച് ചേസ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവര് തടയാൻ ശ്രമിച്ചപ്പോൾ നിർത്തിയില്ല, അങ്ങനെ കുറച്ച് ചേസ് ചെയ്യേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വയലന്റ് ആവുന്ന ബിഹേവിയർ ഉള്ള ആളാണ്. അങ്ങനെ വയലൻസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. രമൺ ഗുപ്ത അദ്ദേഹം DIG ആണ്. അദ്ദേഹം IG ആണ്. ഇപ്പോ ബാംഗ്ലൂർ സിറ്റി പോലീസിലെ അഡീഷണൽ കമ്മീഷണറാണ്. 2005 ബാച്ച് IPS ഓഫീസറാണ് രമൺ ഗുപ്ത. അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. അവിടുത്തെ SP-മാരെ വിളിച്ചും വളരെ ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷനായിരുന്നു, ക്വിക്ക് റെസ്പോൺസ് ആയിരുന്നു. സർ, ഈ ഭീമാട് ബീച്ചിലുള്ള ഇയാളുടെ പേര് ഇയാൾ ഇപ്പം കൺഫസ് ചെയ്യണം, നേരത്തെ ഇയാളുടെ ഇൻവോൾവ്മെന്റ് അത് കാണാം. നേരത്തെ പറഞ്ഞാണ്. അവിടുന്ന് നമ്മളോട് ചോദിച്ചിട്ടോ അറസ്റ്റിന്റെ കാര്യങ്ങളെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആ കേസ് അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. ഇത് ഇദ്ദേഹം അവിടെ ഇങ്ങനത്തെ കേസ് ഉള്ളപ്പോൾ അവിടെ ബെയിൽ ഇറങ്ങുന്നത് അത് കൗണ്ടർ ചെയ്യുന്ന എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? തൽക്കാലം ഇപ്പൊ അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല. അത് തെഫ്റ്റ് കേസിലെ ബെയില് കുറച്ചാൾ കഴിയുമ്പോൾ കിട്ടുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു പെൻഡിങ് ഉള്ളപ്പോഴത്തേക്കും അല്ല, ഇതിൽ അറസ്റ്റ് ആയിട്ടില്ലല്ലോ. ഇവിടുത്തെ കേസിൽ അറസ്റ്റ് ആയിട്ടില്ല. ഇത് ബാക്കി സംസ്ഥാനങ്ങളിലാണ് അറസ്റ്റിലായിട്ടുള്ളത്. അങ്ങനെ ബെയിൽ സാധാരണ ലഭിക്കുന്നതാണ്. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക, അതോ റിമാൻഡിന് ശേഷം ഉണ്ടാവുള്ളൂ? കസ്റ്റഡി വാങ്ങിയിട്ടുണ്ടാവും. കസ്റ്റഡി വാങ്ങിയിട്ടു. അതെ. കോടതിയിൽ ഇപ്പം ഇന്ന് തന്നെ ഉടൻ തന്നെ ഹാജരാക്കുന്നതാണ്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് ഇവിടെ എപ്പോഴാണ് ടീം എത്തിയത്? ടീം ഇന്ന് രാവിലെ. ടൂള് കിട്ടിയിരുന്നോ? ഈ ഇയാൾ ഉപയോഗിച്ച സ്ക്രൂ ഡ്രൈവർ. അതെ. സ്ക്രൂ ഡ്രൈവർ മാത്രം. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് അവിടെ ഈ പൈസ ചെലവാക്കുന്നതും കാര്യങ്ങളൊക്കെ? രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിലല്ല, കള്ളനെന്നുള്ള നിലയിൽ. കട്ടുകൊണ്ടിരുന്ന പണം ഇയാള് മറ്റേ അവിടെ സ്വാഭാവികമായിട്ട് ഇയാളെ ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനായിരിക്കും നോക്കാം. അങ്ങനെ ഇല്ല അവിടെ. അദ്ദേഹം ഭാര്യ രാഷ്ട്രീയത്തിലുണ്ടെന്നേ ഉള്ളൂ. ഇദ്ദേഹം അങ്ങനെ രാഷ്ട്രീയ മോഹം ഉണ്ടോന്ന് ഇനി അറിയാൻ. ബീഹാർ ആയതുകൊണ്ട് പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രതിയുടെ വിഷ്വല് ലഭിക്കാൻ മാർഗമില്ല. അതിപ്പം കുറച്ച് നമ്മള് ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ അതിപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. സംഭവ സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ടോ? സംഭവ സ്ഥലത്ത് കസ്റ്റഡി കിട്ടിയതിനു ശേഷം കളമശ്ശേരിയിൽ ഒരു ജ്വല്ലറിയിൽ ഇങ്ങനെ മോഷണം നടന്നു കേട്ടോ. അതും ഇങ്ങനത്തെ തന്നെ ഒരു കേസാണോ?